എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചൂർ സ്വദേശിയാണ്. ദേശീയ കായിക താരമാണ്. ഈ ലൈവിൽ വരാനുള്ള കാര്യം, പുതിയ ഒരു വാർത്ത പറയാനാണ് ഈ ലൈവിൽ വരാൻ കാരണം. അപ്പോഴും സംസ്ഥാന മീറ്റ് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്നു. അതിലെ 1500 മീറ്ററിനും 400 മീറ്ററിനും അർഹത ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട്. ജില്ലയിൽ 1500 ഫസ്റ്റ് ഉണ്ടായിരുന്നു, തിരുവനന്തപുരം ജില്ലയിൽ. 400 മീറ്ററിന് സെക്കൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ 19 തീയതിയാണ് മീറ്റ് നടക്കുന്ന കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. അപ്പോഴേ ആവേശമായ മത്സരമാണ് നടക്കുന്നത്. അപ്പോഴീ 19 തീയതി ഞാൻ 1500 ഇറങ്ങുന്നുണ്ട്. നല്ലൊരു ടൈം ഉണ്ടാക്കണമെന്നോ ഒരു പ്രശ്നം, എന്നാലും പ്രാക്ടീസ് ഇല്ല. എന്നാലും ഒരു ടൈമിൽ ഓടിയ ഒരു 4:20 4:22 ഓടാക്കി ഒരു ഫസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ആ കർമ്മ ഫോമിലേക്ക് എത്താനുള്ള ഒരു പ്രാക്ടീസ് ചെറുതായിട്ട് 2 ദിവസം ചെയ്തെന്നേ ഉള്ളൂ. എനിക്കൊരു അറ്റാക്ക് വന്നതുകൊണ്ട് പേടിയാണ്. 1.5 കൊല്ലം ആവാൻ പോണതേ ഉള്ളൂ. എന്നാലും ജില്ലയിൽ നല്ല ഓട്ടം ഓടിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റിലും ഒരു പ്രതീക്ഷയുണ്ട്. 1500-ന് 400-ന് പ്രതീക്ഷയില്ല. 1500-ന് ഒരു പ്രതീക്ഷയുണ്ട്. 19 തീയതിയാണ് മത്സരം. എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ കാത്തിരിക്കുമെന്ന് തോന്നുന്നു ഈ മത്സരം കാണാൻ വേണ്ടി. ഇടവേളയ്ക്ക് ശേഷമാണ് ഓടുന്നത്. 4-5 കൊല്ലത്തിന് ശേഷമാണ് വീണ്ടും മത്സരത്തിന് ഇറങ്ങുന്നത്. ഞാൻ വിടവാങ്ങി പോയതാണ്. പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് മത്സരത്തിൽ വരുന്നത്. അതുപോലെ ഇയാണ്ട് ശബരിമല ഓടണമെന്നൊരു ഉദ്ദേശമുണ്ട്. ദൈവം കനിവയ്ക്ക് ഇയാണ്ട് ഓടാനുള്ള സാധ്യത കാണുന്നുണ്ട്. കേസിന്റെ വിധി ആവുമെന്ന് തന്നെ തോന്നുന്നുണ്ട്. അതൊരു ഒരാഴ്ചയ്ക്ക് പുണ്യമായി വിധി വരുമെന്ന് തന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. ദൈവഭക്തനായോണ്ടോളം വിധി നമുക്ക് അനുകൂലമായിട്ട് വരുമെന്ന് തന്നെ തോന്നുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തുടർന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം വെച്ചറിയാം. ശബരിമലയിൽ ഓടിയ എത്ര വെയിലായിരുന്നാലും ആ സമയമാകുമ്പോൾ മഴ പെയ്യും എന്ന് പറയാം. അതുപോലെ വിധിയും വരാൻ പോകുന്നുണ്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ ആശങ്ക വരുന്നുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ ഈ ഇപ്പോഴത്തെ സംസ്ഥാന മീറ്റിന് പങ്കെടുക്കാൻ അതിൻ്റെ തിരക്കിലാണ്. അതും മാത്രമല്ല, മത്സരങ്ങൾ അവിടെയും നടക്കുന്നുണ്ട്, ആറ്റിങ്ങിലും. അതിൻ്റെ തിരക്കിലുമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിലാണ് ഈ മത്സരത്തിന് പങ്കെടുക്കുക. ഇനി 19 തീയതിക്ക് ദിവസങ്ങളില്ല. ഇന്ന് 13 തീയതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 2 ദിവസം മാത്രമേ ഇതുള്ളൂ. അത് കഴിഞ്ഞ് 19 തീയതിയാന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞിരിക്കുന്ന മത്സരത്തിൽ അപ്പോഴും വിധിയും വരും. ഹൈക്കോടതിന് വിധി വരുമെന്നുള്ള ഒരു മനസ്സിൽ തോന്നുന്നുണ്ട്. അത് വളരെ സന്തോഷമുണ്ട്. നമ്മൾ എവിടെ ഇറങ്ങി തിരിച്ചാലും താമ്പാതി ദൈവം എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ കൂടെ ഉണ്ടെന്ന് തന്നെ, അയ്യപ്പനും ഉണ്ട്, ആറ്റുവലമ്മ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്നു. വിധി ഇപ്പം വരുമെന്നുള്ള കാത്തിരിക്കുന്നു. പത്രക്കാരൊക്കെ ചോദിച്ചു. ഞാൻ പറയാമെന്നാണ് പറഞ്ഞത്. അതുപോലെ ഈ സംസ്ഥാന മീറ്റിന് പങ്കെടുക്കുമ്പോൾ എല്ലാവരും വരൂ. പത്രക്കാരെല്ലാം അവിടെ എത്തിയിട്ട് ജില്ലയിൽ തന്നെ ഞാൻ എല്ലാത്തിലും തന്നെ പത്രങ്ങൾ കൊടുത്തില്ല. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഒരു ഇത് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ സ്റ്റേറ്റ് മീറ്റ് കഴിയിട്ട് എന്നാലും ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് കിട്ടുമെന്ന് തോന്നുന്നു. എല്ലാം താമ്പാതി ദൈവം. 1500-ലൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും 1500 എൻ്റെ മെയിൻ ഐറ്റം അല്ലേ, അതിലൊരു പ്രതീക്ഷയുണ്ട് ഓടാൻ. ഞാൻ മാരത്തോൺ ഓടിയിട്ടുള്ളത് നേരത്തെ, ദേശീയ മാരത്തോൺ ഓടി 2 മണിക്കൂറും 44 മിനിറ്റും കൊണ്ടാണ് 42 കിലോമീറ്റർ ഓടിയത്. ഒരാൾ 6 മണിക്കൂർ കൊണ്ടാണ് 50 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. ആ റെക്കോർഡ് ഇനിയിപ്പോൾ പോവും. ശ്രീനിവാസ എടുക്കുമെന്നാണ് തോന്നുന്നത്. റെക്കോർഡിനെക്കാട്ടും കുറച്ച് ചെയ്യുമെന്നാണ് ഇപ്പം എനിക്ക് പ്രതീക്ഷ കിട്ടി. അപ്പോൾ ഓടിയപ്പം തന്നെ ആദ്യത്തെ 20 കിലോമീറ്ററിന് 1.5 മണിക്കൂർ കൊണ്ട് ഓടി. 1.5 മണിക്കൂർ കൊണ്ട് ഓടിയിരിക്കുന്നു. പിന്നെ ഞാൻ 20 കിലോമീറ്റർ മുമ്പേ ഓടിയത് 1 മണിക്കൂറും 7 മിനിറ്റിലാണ് നെയ്യാറ്റിൻകര തിരുവനന്തപുരം തമ്പാനൂർ വരെ മത്സരം നടത്തിയപ്പോൾ ഓടി. അപ്പോൾ ദേശീയ മാരത്തോൺ 2.25 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഓടിയത്. ഇതൊന്നും ഒരു റെക്കോർഡൊന്നുമില്ല, അതും പറയാം. 50 കിലോമീറ്റർ 42 കിലോമീറ്റർ കഴിഞ്ഞ് 8 കിലോമീറ്ററേ ഉള്ളൂ. 1/4 മണിക്കൂർ മതി സ്പീഡിൽ നല്ല ഓടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ റെക്കോർഡ് പോവും, ഉടനെ മാറുമെന്നാണ് പറയണത്. എനിക്കറിയില്ല എന്നാണ് പറയണത്. ആ റെക്കോർഡ് ഉടനെ തെറിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഇത്രയും മണിക്കൂറൊന്നും വേണ്ട. 4 മണിക്കൂർ തീരുവൊന്നും തോന്നുന്നു. ആദ്യത്തെ 1 മണിക്കൂറും 10 മിനിറ്റിലും ഒക്കെയാണ് നമ്മൾ ഓടിയത് ആ കാലത്ത്. ഇന്ന് ഓടാൻ പറ്റും. ഇന്ന് നടന്നു പോയാലും എത്തും. ഇത് ഇത്രയും സമയമൊന്നും വേണ്ട. അതും പറയാനാണ് ഞാൻ വന്നത്. അപ്പോഴേ ആ റെക്കോർഡ് പോകാൻ വേണ്ടിയുള്ള പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശ്രീനിവാസനും സ്റ്റേറ്റ് മീറ്റിനുണ്ട്. 800-ഉം
1500 പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത് ചെയ്യാൻ ഇന്ത്യൻ ബുക്കിലേക്ക് അർഹത ലഭിച്ച അത് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കണേന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എൻ്റെ വാർത്ത നൽകുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ റെക്കോർഡുകൾ ഇട്ട് നമ്മൾ ഈ നല്ല സമയം ഇട്ടവരാണ് പറയുന്നത്. ചിലവർ പറയുന്നത് ഇത് ഒന്നും ഒരിടം ഓടിയിട്ടില്ലെന്ന്. അവരെ കൊണ്ട് ഇതുപോലും ചെയ്യാൻ പറ്റും. ഈ സമയത്തിന് 2.25 മണിക്കൂർ ഞാൻ വേണമെങ്കിൽ ഇത് ഇട്ടുതരാം. 42 കിലോമീറ്റർ ഓടിയിരിക്കുന്ന 2 മണിക്കൂറും 45 മിനിറ്റും കൊണ്ടാണ് കായംകുളം മുതൽ കൊല്ലം വരെ ദേശീയ മാരത്തോണിന് ഓടിയത്. അത് തിരുവനന്തപുരത്താണ് നടത്തിയത്. കായംകുളത്തിൽ നിന്നല്ല നടത്തിയത്. തിരുവനന്തപുരത്ത് 42 കിലോമീറ്റർ നടത്തിയപ്പോൾ ആളിന്റെ തലത്തിൽ 2ാം സ്ഥാനം വന്നു. അതിന് ഒരാൾ ആ ടൈമിലാണ് ഓടിക്കുന്നത്. ഇവിടെ 3 മണിക്കൂർ കൊണ്ട് ഓടാൻ മലയാളികളില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റേ സംസ്ഥാനത്തിലുള്ളവർ ഓടും. എന്നിട്ടാണ് നമ്മൾ ഒരിടം എത്തിയില്ല എന്നൊക്കെ ചിലവർ പറയണം. അവരെ അറിവുകേട് കൊണ്ടാണ്. മത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് അത്ര കഠിനമായി പരിശീലിക്കണം. അതിൻ്റെ പിന്നിലോട്ട് എന്താണെന്ന് നമുക്ക് മാത്രം അറിയാവുള്ളൂ. ദൈവത്തിന് താമ്പാതി ദൈവം എന്ന് പറയും പോലെ അതിൻ്റെ കഠിനമായിട്ട് മത്സരത്തിൽ ഒരാൾ ഫേമസ് ആവണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടാലേ ഫേമസ് ആവുള്ളൂ. ചെറുതിലെ 5-10 വയസ്സിലാണ് ഓടി വീണത്. പിന്നെ അവ ഒരു ജില്ലയിൽ മത്സരിക്കുന്നു. ഒരു സ്റ്റെപ്പായിട്ട് ഒരു കൊല്ലം കൂടുകയുള്ളൂ. അല്ലാതെ അങ്ങ് ഇഷ്ടം പോലെ ഒന്നും പറ്റില്ല. എന്നാൽ 100 മീറ്റർ 9 പോയിന്റ് ഓടണം, 8 പോയിന്റ് ഓടാൻ പറ്റുന്നുണ്ട്. ഇല്ലല്ലോ ആർക്കും കൊണ്ട്. അത് 9 പോയിന്റ് ഇത്ര സെക്കൻഡിലേക്ക് പറഞ്ഞു. ഒരു കൊല്ലമൊക്കെ ഓടുമ്പോൾ ഒരു സ്റ്റെപ്പ് 2 സ്റ്റെപ്പാ വരുള്ളൂ. അല്ലാതെ അത് കൂടിയ ടൈമൊന്നും ആരും വരില്ല. എന്നാൽ എല്ലാവർക്കും ടൈം കുറച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരും ഇന്ത്യന് വെളിയിൽ പോകുമ്പോൾ ഫസ്റ്റ് വരില്ല. ഇത്ര ഇഷ്ടത്തിലാണ് PT ഉഷ 4ാം സ്ഥാനത്തായത്. മുടിയുടെ വ്യത്യാസത്തിലാണ്. നമുക്ക് ആ ജസ്റ്റ് ഫിനിഷിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിലാണ് ആ മെഡൽ നഷ്ടപ്പെട്ടത്. അതുപോലെ ആർക്കും പറയാൻ എളുപ്പം. നമ്മൾ അതിൻ്റെ കഷ്ടപ്പാട് അറിയുമ്പം കാലുവേദന, കൈവേദന, ഇതിൻ്റെ ഒപ്പം നമ്മൾ പരിശീലിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടാവും. ഇതിനെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാലേ എത്തുള്ളൂ. സൂര്യൻ ഉദിച്ചു വരും, പട്ടികൾ ഒരുക്കും, സൂര്യൻ ഉദിച്ച് തന്നെ പോകുമെന്ന് പറയും പോലെയാണ് ഈ മത്സരത്തിൻ്റെ ആവേശത്തിലാണ് ഇപ്പോൾ ആൾക്കാരെല്ലാം. ഞാനും വീണ്ടും ഇറങ്ങുന്നുണ്ട്. എല്ലാവരും ഓട്ടം കാത്തിരിക്കുന്നുണ്ട്. അതാണ് ഈ ലൈവിൽ വന്നത്. നിങ്ങളെല്ലാവരും എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റും അത്രത്തോളം ഷെയർ ചെയ്യണം. നമുക്ക് ഈ മത്സരത്തിൻ്റെ ആവേശത്തിലാണ്. കഴിവുള്ളവർ വരൂ നമ്മളോട് ഓടാൻ. അപ്പോഴവിടെ വെച്ചാണ് ടൈം നമ്മൾ തീരുമാനിക്കുന്നത്. ആ കഴിവിൽ ഓടി നിങ്ങളും ജയിക്കുക. സംസ്ഥാന മീറ്റിംഗ് ജയിക്കുക. കഴിവുണ്ട് ഇറങ്ങി ആർക്ക് വേണം ഓടാം. ഇത്ര ടൈമിൽ എത്തണം. 4:10 4:20 ഓടും. ഇങ്ങനെ ചെയ്യാൻ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷമുണ്ട്. നമസ്കാരമുണ്ട്. എനിക്ക് വേണ്ടി എല്ലാവരും ജില്ലാ മീറ്റിന് പ്രാർത്ഥിച്ചവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും തിരിച്ച് മത്സരത്തിനെത്തി. ഒരു അറ്റാക്ക് വന്നതിന് ശേഷം എനിക്ക് പേടിയായിരുന്നു. ഗ്രൗണ്ടിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നിട്ട് ഞാൻ ഓടിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. എന്നാലും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. മനസ്സിൽ തോന്നണം ഉടനെ വിധി വരുമെന്നാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. നമ്മൾ ജയിക്കുമെന്നാണ് തോന്നുന്നത്. അതെല്ലാം പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. താമ്പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ കൂടെ ഉണ്ട്. ഏതൊരു ജനത്തിലിറങ്ങിയാലും ദൈവം നമ്മളെ കൂടെ അയ്യപ്പനും ആറ്റൂരമ്മയും ഉണ്ടെന്ന് എന്നെ പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലൈവിൽ വന്നവർക്കും എൻ്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും നന്ദി. നമസ്കാരം.